പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസൽമേനിയ 42 കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലേക്ക് സൂപ്പർ താരങ്ങളായ റോമൻ റെയിൻസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയ താരങ്ങളെയൊക്കെ WWE നിലവിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷവും റോമൻ റെയിൻസിൻ്റെയും ബ്രോക്ക് ലെസ്നറിൻ്റെയും സ്റ്റോറി ലൈനും അടുത്ത എതിരാളികളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും WWE പങ്കുവെക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇരുവരുടെ മത്സരങ്ങളിൽ അവർ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് റസൽമേനിയയിലാണ് കാണാൻ സാധിക്കുക. പക്ഷേ റസൽമേനിയ കഴിഞ്ഞിട്ടും ഈ സൂപ്പർ താരങ്ങളൊക്കെ അപ്പിയറൻസ് നടത്തുന്നുണ്ടെങ്കിൽ റസൽമേനിയ കഴിഞ്ഞും ഇവരുടെ സ്റ്റോറി ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും ആരാധകർ ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. ബ്രോക്ക് ലെസ്നർ ഒബാഫെമിയെ പരാജയപ്പെടുത്തുമോ, റോമൻ റെയിൻസ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുമോ, അതിനുശേഷമുള്ള ഇവരുടെ സ്റ്റോറിയൊക്കെ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിൽ ലഭിച്ചേക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽമേനിയ 42ലേക്ക് ഒരു ബിഗ് അപ്ഡേറ്റ്, ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. റസൽമേനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ത്യയിൽ ഏപ്രിൽ 20-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 3:30 മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യ മത്സരമായിട്ട് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരം ESPN ആയിരിക്കും അമേരിക്കയിൽ എയർ ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസത്തെയും റസൽമേനിയയുടെ ആദ്യ മണിക്കൂർ ESPN എന്ന് പറയുന്ന അമേരിക്കൻ TV ചാനലുകളിലൂടെയാണ് അവർ എയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം ഇപ്പോൾ ഒരു 6 മാൻ ടാഗ് ടീം മത്സരമൊക്കെയാണ് അവർ കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം ആദ്യത്തെ മത്സരമായിട്ട് ബ്രോക്ക് വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരം വേണമെന്നാണ് ESPN ആവശ്യപ്പെട്ടിട്ടുള്ളത്. WWE അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്രോക്ക് വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരത്തോട് കൂടിയിട്ടായിരിക്കും റസൽമേനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസം ആരംഭിക്കാൻ പോകുന്നത്. പലരും ഒരു മെയിൻ ഈവൻറ്റ് മത്സരമായിട്ട് അല്ലെങ്കിൽ മെയിൻ ഈവൻറ്റിന് മുൻപുള്ള ഒരു മത്സരമായിട്ട് ഈ മത്സരം കണ്ടിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസത്തിലെ കിക്ക് ഓഫ് മാച്ച് ആയിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് WWE നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആരാധകർ ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നിലവിലെ WWE ക്രിയേറ്റീവ് ഹെഡ് ചീഫ് കണ്ടന്റ് ഓഫീസറായ ട്രിപ്പിൾ എച്ച് കോഡി റോഡ്സിന് ഒപ്പം നടത്തിയ കോഡി റോഡ്സിൻ്റെ പോഡ്കാസ്റ്റിൽ കുറച്ച് അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതിൽ ഒന്നാമത്തേത്, കോഡി റോഡ്സ്, CM പങ്ക്, സെത്ത് റോളിൻസ് ഇവരുടെ പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയർ അവസാനിച്ചാൽ ക്രിയേറ്റീവ് ടീമിലേക്ക് വരാൻ സാധ്യത ഉള്ളവരാണെന്നുള്ളത് ട്രിപ്പിൾ എച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, AJ സ്റ്റൈൽസ് നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ മീറ്റിങ്ങിലും പ്രൊഡക്ഷൻ ടീമിൻ്റെ മീറ്റിങ്ങിലും ട്രിപ്പിൾ എച്ചിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും ട്രിപ്പിൾ എച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് AJ സ്റ്റൈൽസ് ക്രിയേറ്റീവ് ടീം അംഗമായി മാറുന്നതിനെ സംബന്ധിച്ച് AJ സ്റ്റൈൽസിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതും ട്രിപ്പിൾ എച്ച് കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നാൽ ട്രിപ്പിൾ എച്ചിൻ്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ക്രിയേറ്റീവ് ഹെഡ് പൊസിഷനിലേക്ക് പൂർണ്ണമായി വന്ന ആ ഒരു കാലയളവിനെ സംബന്ധിച്ചാണ്. റസൽമേനിയ 40 ആയിരുന്നു ട്രിപ്പിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡായിട്ട് അദ്ദേഹത്തിന് ഫുൾ ക്രിയേറ്റീവ് കൺട്രോൾ കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇവൻറ്റ് എന്നാണ് ട്രിപ്പിൾ എച്ച് പറയുന്നത്. അതുവരെ വിൻസ് മിക്മാൻ ആയിരുന്നു എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. അതിന് മുൻപേ രാജിവെച്ച് വിൻസ് മിക്മാൻ മാറി നിന്നു എന്നുണ്ടെങ്കിലും റസൽമേനിയ 40 എന്ന് പറയുന്ന ബിഗസ്റ്റ് ഷോ വരെ വിൻസ് മിക്മാൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് സ്റ്റോറി ലൈനുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. താൻ പേപ്പറിലെ വെറും ഒരു ക്രിയേറ്റീവ് ഹെഡായിരുന്നു എന്നുള്ളത് ട്രിപ്പിൾ എച്ച് പറയുകയുണ്ടായി. ഇതൊരു സെൽഫ് ഗോൾ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ റസൽമേനിയ എടുത്തു നോക്കിയാൽ റസൽമേനിയ 40-ന് ഒട്ടനവധി ആരാധകരുണ്ട്. റസൽമേനിയ 40 ഏറ്റവും മികച്ച ഇവൻ്റ് ആണ് എന്നുള്ളതിൽ യാതൊരു തെറ്റും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് വിൻസ് മിക്മാൻ്റെ ബുദ്ധിയിൽ വന്നിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് പറയുമ്പോൾ അതിനുശേഷമുള്ള റസൽമേനിയ 41 അതിൻ്റെ ഒരു അടുത്തേക്ക് പോലും എത്താൻ സാധിക്കാതിരുന്നത് അത് ട്രിപ്പിൾ എച്ചിൻ്റെയും കൂടി ഒരു മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ട്രിപ്പിൾ എച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് കൺട്രോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി കിട്ടുന്നത് റസൽമേനിയ 40-ലാണെന്നാണ്. അതുവരെയുള്ള സ്റ്റോറിയിലേക്ക് വിൻസ് മിക്മാൻ തയ്യാറാക്കി കൊണ്ടുവന്നു എന്നിട്ടാണ് തനിക്ക് കിട്ടിയത് എന്നുള്ളത്. റസൽമേനിയ 40-ന് ശേഷം ഈ പ്രൊഡക്റ്റ് WWE ഷോസ് പെട്ടെന്ന് ഡൗൺ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് അങ്ങോട്ട് എല്ലാതും കൺട്രോൾ ചെയ്യുന്നത് ട്രിപ്പിൾ എച്ച് ആണ് എന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സെൽഫ് ഗോൾ അല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.